റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസ്താവിച്ചു, നിങ്ങളിലൊരുവൻ തൻ്റെ സഹോദരന് വല്ലതും കടം നൽകി എന്നിരിക്കട്ടെ. എന്നാൽ അധമർണൻ ഉത്തമർണന് വേണ്ടി ഒരു ഭക്ഷണത്തളിക സംഭാവനയായി അയച്ചാൽ ഉത്തമർണൻ അത് സ്വീകരിക്കരുത്. അധമർണൻ്റെ വാഹനത്തിൽ കയറാൻ ക്ഷണിക്കപ്പെട്ടാൽ ഉത്തമർണൻ കയറുകയും അരുത്. എന്നാൽ കടമിടപാട് നടത്തുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങൾ അവർക്കിടയിൽ പതിവുണ്ടായിരുന്നുവെങ്കിൽ അത് തുടരാവുന്നതാണ്. കടം വാങ്ങിയവനിൽ നിന്ന് വല്ല സഹായങ്ങളും ലഭിക്കുമ്പോൾ അത് കടം കൊടുത്തവൻ സ്വീകരിക്കുന്ന പക്ഷം അത് പലിശയായി തീർന്നേക്കാനാണ് സാധ്യത. പക്ഷേ അവർ മുമ്പേ ചെയ്യുന്ന വിധത്തിലുള്ള ഭക്ഷണം, സൽക്കരിക്കൽ മുതലായവ തുടരുന്നതിന് വിരോധമില്ല. ഇബ്നു മാജ. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ അവർകൾക്ക് താൻ കടം കൊടുത്ത വകയിൽ ഒരു ജൂതനിൽ നിന്നും വലിയൊരു സംഖ്യ തിരിച്ചു ലഭിക്കേണ്ടതുണ്ടായിരുന്നു. ഒരവസരത്തിൽ ഇമാം അവർകൾ പ്രസ്തുത ജൂതൻ്റെ മതിലിൽ നിന്നും മഷി ഉണക്കാൻ വേണ്ടി അല്പം കളിമണ്ണെടുത്ത് ഉപയോഗിക്കുകയും ഉണ്ടായി. എന്നാൽ താൻ ഇവന് കടം നൽകിയിട്ടുണ്ടെന്ന കാര്യം ഇമാം അവർകൾക്ക് അന്നേരം ഓർമ്മയുണ്ടായിരുന്നില്ല. അക്കാലത്തെല്ലാം കടലാസിൽ മഷി ഉണക്കാൻ വേണ്ടി കളിമണ്ണ് വിതറാറുണ്ടായിരുന്നു. അനന്തരം തൻ്റെ കടക്കാരനായ ജൂതൻ്റെ മണ്ണാണ് താൻ എടുത്തതെന്ന വസ്തുത മനസ്സിലായ ഉടനെ അത് പലിശയായി പോകുമോ എന്ന ഭയം കാരണം പ്രസ്തുത ജൂതനിൽ നിന്ന് ലഭിക്കാനുള്ള സംഖ്യ അത്രയും ഇമാം അവർകൾ അവന് പൊരുത്തപ്പെട്ട് നൽകി. കടബാധ്യതയിൽ നിന്നും അവനെ മോചിപ്പിക്കുകയാണ് മഹാനവർകൾ ചെയ്തത്. ഇത്തരം മഹാന്മാരെയാണ് നാം അനുകരിക്കേണ്ടത്. പലിശ വാങ്ങാൻ ഏതെങ്കിലും കൗശലം പ്രയോഗിക്കലും തന്ത്രം പ്രയോഗിക്കലും മറ്റും നിഷിദ്ധം തന്നെയാണ്. ഇമാം മാലിക് റഹിമഹുല്ലാ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ എന്നിവർ ഈ അഭിപ്രായക്കാരാണ്. വിവിധ കൗശലങ്ങളും തന്ത്രങ്ങളും ഉപയോഗിച്ച് മറ്റും പലിശ വാങ്ങിയിട്ടുള്ളവരെ അന്ത്യദിനത്തിൽ നായ, പന്നി മുതലായവരുടെ രൂപത്തിലാണ് സമ്മേളിപ്പിക്കപ്പെടുക എന്ന് നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് ചില പണ്ഡിതന്മാർ പ്രസ്താവിച്ചിട്ടുണ്ട്. കാരണം ശനിയാഴ്ച മത്സ്യവേട്ട നടത്താൻ നിരോധിക്കപ്പെട്ട ജനത അന്നേ ദിവസം കടൽക്കരയിൽ ചില പ്രത്യേക കുഴികൾ നിർമ്മിച്ചു വെക്കുകയും ശനിയാഴ്ച അതിൽ വന്നു ചേരുന്ന